ഈ വീഡിയോ ലക്ഷക്കണക്കിന് വരുന്ന രേണുസുതി ആരാധകർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ജീവിക്കുവാൻ വേണ്ടി പല വേഷങ്ങൾ കെട്ടിയാടുന്ന ആ പാവം സ്ത്രീയെ നിങ്ങൾ വെറുതെ വിടൂ. അവരെ ജീവിക്കാൻ അനുവദിക്കൂ. അവരെ പിന്തുടർന്ന് വേട്ടയാടിയിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? അവർ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? അവർക്ക് ജനശ്രദ്ധ കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ അവരെ മോശക്കാരിയാക്കി ഇല്ലാതെയാക്കാനുള്ള നിങ്ങളുടെ തന്ത്രങ്ങളല്ലേ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ തുടർന്നു വരാൻ പോകുന്ന വീഡിയോ ക്ലിപ്പുകൾ ഒന്ന് കാണണം. ഇതിനോടകം തന്നെ ഈ വീഡിയോ ക്ലിപ്പുകൾ പല ചാനലുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ശേഷം വീണ്ടും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ കമന്റ് എഴുത്തുകാർ ഉഡായിപ്പിന് കയ്യും കാലും വെച്ചവരും വഴിവിട്ട ജീവിതം നയിക്കുന്നവരും എന്ത് തോന്നിയാസങ്ങൾ ആര് കാണിച്ചാലും എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ്. അതെ, സംശയമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു സ്ത്രീ പച്ചക്കള്ളങ്ങൾ നിരന്തരം പറയുകയും മരണപ്പെട്ട ഒരു മനുഷ്യന്റെ പേര് വെച്ച് മാക്സിമം ഹൈപ്പ് ഉണ്ടാക്കുകയും അതേ തുടർന്ന് ഞെട്ടിക്കുന്ന പല സത്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടും നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നടക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമായി തോന്നുന്നില്ലെങ്കിൽ രേഷ്മ തങ്കച്ചന്റെ മൂട് താങ്ങികളായ നിങ്ങൾ പക്ക ഫ്രോഡുകളാണ്. കാഴ്ചയിൽ കൊല്ലം സുധിയെ പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് രേഷ്മ തങ്കച്ചനിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ, ആ വ്യക്തിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ രേഷ്മ തങ്കച്ചനുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, ഇതൊക്കെ അയാൾ ഇവിടെ തുറന്നു പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോലുള്ളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും ചങ്കുറപ്പോടും ആധികാരികതയോടും കൂടി ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പുരുഷൻ വന്ന് ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവില്ലേ? അടിസ്ഥാനമില്ലാത്ത കള്ളങ്ങൾ മാത്രമാണ് ഇയാൾ ഇങ്ങനെ പറയുന്നതെങ്കിൽ അതിന്റെ പിൻപിൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയും. രേഷ്മ എന്ന ഒരു പാവം സ്ത്രീയെക്കുറിച്ച്, ഒരു കുടുംബിനെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള പച്ചക്കള്ളങ്ങളാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇയാൾക്കെതിരെ എത്രയും വേഗം പരാതി നൽകുകയും മാനനഷ്ടത്തിന് ഇയാളെ കേസ് നൽകി അകത്താക്കുകയും ചെയ്യണം. എന്തായാലും ഇങ്ങനെ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോ ചേട്ടനൊരു ആരോപണവുമായി എത്തിയിട്ടുണ്ട്. അതിൽ ചേട്ടനൊരു ആരോപണമല്ല, ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചേട്ടന്റെ ആവശ്യം രേണുസുതി ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എപ്പോഴാണ് രേണു ചേട്ടന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്? ഒരു വർഷം അടുപ്പിച്ചാവും. എന്ത് പറഞ്ഞായിരുന്നു പൈസ വാങ്ങിച്ചത്? ഒരു ആവശ്യങ്ങൾ പറഞ്ഞു, കൊച്ചിന് വയ്യാണ്ട് ആണ്, പിന്നെ കൊച്ചിന് ടോയ്സ് മേടിക്കണം, അത് വീട്ടിലെ ഒരു കാര്യങ്ങൾ പറഞ്ഞാണ് മേടിക്കുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും എന്നെ അറിയാമല്ലോ, എല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കൊടുത്തു പിന്നെ തിരിച്ചിട്ട് ചോദിച്ചപ്പോൾ പുള്ളി തരത്തില്ല, പിന്നെ എൻ്റെ കോൾ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു. ഇത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. പലരോട് കടം വാങ്ങിയതുപോലെ നിങ്ങളോടും കടം വാങ്ങി. നിങ്ങൾ ആ പണം തിരികെ ചോദിച്ചു, ആ സമയത്ത് തിരികെ തരാൻ അവർക്ക് നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ എടുക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടായി, ഫോൺ എടുക്കാതെയായി. ഒടുവിൽ നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്തു. കാരണം നിങ്ങൾ അവർക്കൊരു ശല്യമായി മാറി. ഇങ്ങനെയുള്ള കഥകളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറ, അതൊന്ന് കേൾക്കട്ടെ. പിന്നെ അതിനുശേഷം പിന്നെ എന്നെ അടിക്കാൻ വേണ്ടി ആളെ വിട്ട്, ഈ രേണു കള്ളം പറയുന്നു പറഞ്ഞു ഞാൻ ഒരു ഹെഡ്ലൈൻ കൊടുത്തതിന് ശേഷം. ചേട്ടൻ എപ്പോഴാണ് രേണു കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്? അത് ഞാൻ രേണുവിൻ്റെ ഫോട്ടോയും സുധീറിൻ്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് ഒരു കല്യാണ ഫോട്ടോ ആക്കി. അപ്പോൾ അത് പുള്ളിക്കാർ കാണണ്ട, അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു. രേണുവിന് അയച്ചപ്പോൾ രേണു അയച്ചു. അപ്പോൾ അതിൻ്റെ തലേദിവസം തന്നെ, പിറ്റേ ദിവസം തന്നെ ഒരു വേറൊരു മീഡിയയുടെ പറയായിരുന്നു സുധീർട്ടെ വലുതാണ്, അവർക്ക് സുധീർട്ട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കള്ളമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കറിയാമല്ലോ കാര്യങ്ങൾ മൊത്തവും. അപ്പോൾ ഞാൻ താഴെ കള്ളമെന്ന് എഴുതി. ഇതും കൊണ്ടുപോയി നേരെ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തു, വാഗത്താൻ സ്റ്റേഷനിൽ. അവിടെ നിന്ന് CA വിളിക്കുന്നു, SI വിളിക്കുന്നു. അവിടുത്തെ പോലീസ് മൊത്തം ഒരു ദിവസം ഒരു 7 കോൾ തന്നെ വിളിക്കും. ലാസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ഈ കോളിങ്ങിന് വരികയാണെങ്കിൽ ഞാൻ മീഡിയയുടെ പറയുകയും ചെയ്യും, ഈ റെക്കോർഡിങ് മൊത്തവും പോലീസിന് കൊടുക്കുന്നു. അങ്ങനെ റെക്കോർഡിങ് മൊത്തം ഫോട്ടോ SI കയ്യിൽ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലക്ഷ്മി നക്ഷത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോവിയുടെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈസ നോവിയുടെ പൈസ പറഞ്ഞില്ല, ലക്ഷ്മി നക്ഷത്രയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. പുള്ളിക്കാരി എന്നെ തന്നു എഴുതിക്കേണ്ടത് നിങ്ങൾ തമ്മിൽ അയക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് ശരി, രേണുവിന്റെയും സുധിയുടെയും ഫോട്ടോ ഒരുമിച്ച് വെച്ച് എഡിറ്റ് ചെയ്ത് കല്യാണ ഫോട്ടോ പോലെ ആക്കി അയച്ചു കൊടുത്തപ്പോൾ അത് കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. എന്നാൽ അതേ രേഷ്മ തൊട്ടു പിന്നാലെ മറ്റൊരിടത്ത് പോയി ഒരു ഇന്റർവ്യൂവിൽ കൊല്ലം സുധിയെക്കുറിച്ച് വാതോരാതെ നല്ല വർത്തമാനങ്ങൾ മാത്രം പറയുകയും പ്രേക്ഷകരുടെ അനുകമ്പ പിടിച്ചുപറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്തൊരു ഉടായിപ്പാണിത്! എത്രയോ തവണ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്, ഈ സ്ത്രീക്ക് കൊല്ലം സുധിയോട് വ്യക്തിപരമായി യാതൊരു താല്പര്യവുമില്ല എന്ന്. അയാൾ മരണപ്പെട്ടത് ഇവർക്ക് ലാഭമായി മാറി. സുധിയുടെ പേരിൽ ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങളുമായി ഇറങ്ങി തിരിച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ അത് വലിയ ഹൈപ്പ് ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി ഇഷ്ടമില്ലാത്ത ഒരാളെക്കുറിച്ച് തേനാണ്, പാലാണ്, ചക്കരയാണ് എന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ ഓരോരോ ചാനലുകളുടെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് വിളിച്ചു പറയുവാൻ തുടങ്ങി. അതോടുകൂടി
രേഷ്മ തങ്കച്ചന്റെ ശനിദശ മാറി ശുക്രൻ ഉദിച്ചു. ഇത് കള്ളത്തരമാണ് എന്ന് ഇയാൾ പ്രതികരിച്ചു പോയതാണ് ഇപ്പോൾ പ്രശ്നമായി തീർന്നത് കേട്ടോ. അതുകൊണ്ടെന്താ, അയാൾക്കെതിരെ കേസും കൊടുത്തു, അയാളെ തല്ലാൻ വേണ്ടി അയാൾക്കെതിരെ കൊട്ടേഷനും കൊടുത്തു. എന്തായാലും ഇയാളുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അയാളുടെ കയ്യിൽ ധാരാളം കോൾ റെക്കോർഡുകളുണ്ട്, വാട്സാപ്പ് ചാറ്റുകളുണ്ട്, പുറത്തുവിട്ടാൽ നാറി നാണം കെടുന്ന ഒട്ടനവധി തെളിവുകളുമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു തെളിവുമില്ലാതെ ഒരാൾക്ക് ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള അപവാദങ്ങളൊക്കെ പറയാൻ കഴിയും. സുധീറിന് ഇഷ്ടമൊന്നുമല്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു. രേണു ആണോ മെസ്സേജ് അയച്ച വേറെ അഫയർ ഉണ്ടെന്ന് പറഞ്ഞു? അയച്ചിട്ടുണ്ടെന്ന്. ഈ ചേട്ടൻ മരണപ്പെട്ട ശേഷം ആണ് ചേട്ടൻ അയച്ചത്. ഓ, അത് ശരി. കാര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഇതിൽ രേഷ്മ തങ്കച്ചനെ തെറ്റു പറയാൻ പറ്റില്ല. വ്യക്തി സ്വാതന്ത്ര്യമുള്ളൊരു നാടാണിത്. പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ പ്രണയിക്കുവാനും ഒപ്പം ജീവിക്കുവാനും എല്ലാം നിയമം സമ്പൂർണ്ണമായി പിന്തുണ നൽകുന്നൊരു നാടാണ്. അവര് 2 കെട്ടുകയോ 3 കെട്ടുകയോ 10 കെട്ടുകയോ 100 പേരെ പ്രണയിക്കുകയോ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. ഇത്രയും കേട്ടപ്പോൾ രേഷ്മ ഫാൻസിന് സന്തോഷമായി കാണും അല്ലേ? പക്ഷേ മറ്റൊരാളെ പ്രണയിച്ചുകൊണ്ട് നടക്കുമ്പോഴും വയറ്റിപ്പഴപ്പിന് വേണ്ടി ചത്തുപോയ കൊല്ലം സുധിയെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന സുധിയേട്ടനാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്ന, സുധിയേട്ടൻ്റെ ആത്മാവാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന് പറയുന്ന ആ പോക്കൃത്തരമുണ്ടല്ലോ, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഫാൻസ് അസോസിയേഷന് ഇതൊക്കെ ഒരു നേരം പോക്കായി തോന്നിയേക്കാം, അവർക്കത് ആസ്വദിക്കുവാനും കഴിഞ്ഞേക്കാം. എന്നാൽ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ അവിഹിതമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. ചേട്ടൻ ഇപ്പൊ ഈ കള്ളമാണ് എന്ന് പറഞ്ഞല്ലോ, ഈ സംഭവം പറയുന്നത് രേണു സുധിച്ചേട്ടനെ കുറിച്ച് ഒരു ഇന്റർവ്യൂല് സുധിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമായിരുന്നു കള്ളമാണെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ. ആ പുള്ളിക്കാരൻ മീഡിയക്കാരനെ ഞാൻ വിളിച്ച് നല്ല വഴക്കായി. അപ്പൊ അവൻ പറഞ്ഞു അവർക്ക് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്, രേണുവിനെ കൊണ്ട് ചെയ്യുകയെന്ന് പറഞ്ഞത്. രേണു പറഞ്ഞിട്ടാണ് ചെയ്തത്. രേണു പറഞ്ഞിട്ടാണ് അവർ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്, അവർക്ക് അതിൽ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു ഇനി നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ വന്ന് ക്യാമറയിൽ അടിച്ചു പൊടിക്കുന്നു പറഞ്ഞു. പിന്നെ അങ്ങനെ ശേഷം അങ്ങനത്തെ ഇനി എടുക്കത്തില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരി. ഇന്റർവ്യൂ പുറത്തുവിട്ട ചാനലുകാരനോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് രേഷ്മ പറഞ്ഞു അത്രേ. എന്തല്ലേ? ചുരുക്കി പറഞ്ഞാൽ ക്യാമറയുടെ പിൻപിൽ നിൽക്കുന്ന ക്യാമറാമാനും ചാനൽ മേധാവിക്കും എല്ലാം അറിയാം സുധിയുടെ സ്തുതികൾ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നത് പക്കാ നാടകമാണെന്നും ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ ഉള്ളുകൊണ്ട് വെറുക്കുകയാണെന്നും. ഇപ്പൊ ചേട്ടൻ ഈ പൈസ വേണം എന്ന് പറയുന്നതിന്റെ അതുപോലെ ഇപ്പോൾ ഇതുമായി രംഗത്ത് വരുന്നതിന്റെ ഒരു കാരണം എന്താണ്? കാര്യം ഞാൻ അത്യാവശ്യം കൊടുത്ത പുള്ളിക്ക് അറിയിക്കും. ഇപ്പോൾ തിരിച്ച് എനിക്കൊരു അത്യാവശ്യം പൈസ തിരിച്ച് ചോദിച്ചു പുള്ളി തരത്തില്ല എന്ന് പറയുന്നത് അത് മോശമല്ലേ? തരില്ല എന്ന് പറഞ്ഞതും അടിക്കാൻ ആളെ അടിച്ച് പിന്നെ അമ്മയെ ചെയ്ത് വിളിക്കുന്നത് നമ്മൾ കൊടുക്കായിരുന്നു. ഇനി ആ പൈസ തിരിച്ച് മേടിക്കും. സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കൊടുത്തു പുള്ളിക്കാരി ഫ്രണ്ടിന്. ആ ഫ്രണ്ട് അന്വേഷണം ഒന്നും പെണ്ണുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം കാണിച്ചപ്പോൾ അവർക്ക് ഒരു അനക്കവുമില്ല. ആകും റേണുവിനും ഒന്നുമില്ല, ആ പുള്ളിക്കാരിക്കും ഒരു അനക്കമൊന്നുമില്ല. എന്തായാലും ഈ രേഷ്മ തങ്കച്ചന്റെ ഗട്സ് അത് അപാരമാണ്. അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പും അങ്ങ് കേന്ദ്രത്തിൽ വരെ ചുരുങ്ങിയ കാലം കൊണ്ട് പിടിപാടുകളുമൊക്കെയായി നടക്കുന്ന രേഷ്മയെ നമ്മളും ഭയപ്പെട്ടേ പറ്റൂ. കാരണം ഏത് നേരത്ത് എവിടുന്നൊക്കെയാണ് നമുക്ക് പണി വരുന്നത് എന്ന് ഒരു തരത്തിലും പറയാൻ പറ്റില്ലല്ലോ. മാത്രവുമല്ല, തല്ലാൻ വരുന്ന ഗുണ്ടകളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും എടുത്തിട്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. വേറെ കാര്യം, രേണുവിൻ്റെ ഒരു മൂത്തമോൻ വീട്ടിൽ നിർത്തത്തില്ല. പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ, സൂര്യൻ്റെ ബൈക്ക്. അത് കൊണ്ടുപോയി, മൂത്തം കൊണ്ടുപോയി. അപ്പോൾ അതിനെ പറ്റി എന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടുതൽ വിടാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനെ നിർത്താൻ അവന് നോട്ടം ശരിയല്ല, കുറച്ച് കാര്യം പറഞ്ഞു. അത് ഇതൊക്കെ ചൊല്ലി ഞാൻ ഒത്തിരി സംസാരമായി. കിച്ചുവിന്റെ നോട്ടം ശരിയല്ല, അവന്റെ പെരുമാറ്റം ശരിയല്ല. ഒരു രണ്ടാനമ്മയോട് അല്ലെങ്കിൽ ഒരു അമ്മയോട് പെരുമാറുന്നത് പോലെ ആയിരുന്നില്ല കിച്ചു രേഷ്മയോട് പെരുമാറുകയും തന്നെ നോക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരവനെ അവിടെ നിന്നും ഒഴിവാക്കിയത്. പക്ഷേ കിച്ചുവിന് കൂടി അവകാശപ്പെട്ട വീടല്ലേ ഇത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കിച്ചുവിനെ ഇവിടെ നിർത്താത്തത് എന്നുള്ള ചോദ്യത്തിന് രേഷ്മയുടെ മറുപടി അവൻ പഠിക്കുകയല്ലേ, അതുകൊണ്ടാണ് അവൻ കൊല്ലത്ത് നിൽക്കുന്നത്. അവൻ ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടേക്ക് വരാമല്ലോ, അവന്റെ വീടല്ലേ ഇത്, ഇതാണ് മറുപടി. എന്നാൽ കിച്ചു പറയുന്നത് എന്താണ്? ഉണ്ടാക്കി തന്ന വീട്ടിൽ നീ എന്താ താമസിക്കാത്തെ? ഞാൻ അവിടെ ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഇവിടെയാണ് ഓക്കെ ആക്കിയിട്ടുള്ളത്. എനിക്ക് അവിടെ കംഫോർട്ട് ഇല്ല, എനിക്ക് ഇവിടെയാണ് കംഫോർട്ട്. അപ്പോൾ രേഷ്മ തങ്കച്ചൻ പറഞ്ഞു എന്ന് പറയുന്ന ഈ ആരോപണത്തിന് പിൻപിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? കിച്ചു തന്റെ രണ്ടാനമ്മയെ മോശമായ കണ്ണുകൾ കൊണ്ട് നോക്കുന്നു, അവർ വസ്ത്രം മാറുന്നത് ഒളിഞ്ഞു നോക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് രേഷ്മ പറഞ്ഞുവെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ പറയുന്നത് കള്ളമാണെങ്കിൽ വളരെ നിസ്സാരമായി ഇയാളെ പൂട്ടാൻ പറ്റും. രേഷ്മ ഒറ്റ പരാതി മാത്രം കൊടുത്താൽ മതി. കാരണം ഇത് അതീവ ഗുരുതര സ്വഭാവമുള്ള ഒരു ആരോപണമാണ്.
രണ്ടാനമ്മയെയും മകനെയും കുറിച്ച് സമൂഹം കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത, മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാകുന്ന അങ്ങേയറ്റത്തെ വൃത്തികേടാണ് ഈ പറയുന്നത്. ഈ അലിഗേഷൻ നമ്മളെക്കുറിച്ചായിരുന്നുവെങ്കിൽ, ഈ പറയുന്നതൊക്കെ കള്ളത്തരമായിരുന്നുവെങ്കിൽ, ഈ നിമിഷം തന്നെ അവൻ എവിടെ പോയി ഒളിച്ചാലും നമ്മൾ അവിടെ ചെന്ന് പൊക്കിയേനെ. അവൻ ഒരിക്കലും ഇനി തല പൊക്കാത്ത വിധത്തിൽ ഇവനെതിരെ നിയമ നടപടികൾ നമ്മൾ എടുക്കുമായിരുന്നു. പക്ഷെ ഇത്രയും സമയമായിട്ടും രേഷ്മ തങ്കച്ചനോ കിച്ചുവോ ഇതിന് കമാന്നൊരക്ഷരം മറുപടിയായി പറഞ്ഞിട്ടില്ല. അതെന്താണ് അങ്ങനെ? രേഷ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫോൺ റെക്കോർഡുകൾ അയാളുടെ കയ്യിലുണ്ട്. പൊന്നു രേഷ്മ തങ്കച്ചൻ, ഇനിയെങ്കിലും അല്പം സത്യസന്ധത നിങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യണം. അല്ലെങ്കിൽ പരസ്യമായി നിങ്ങൾ ഇതിനെ നിഷേധിക്കണം. ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് ഇയാളെ നിങ്ങൾ തള്ളിപ്പറയണം. അങ്ങനെ തള്ളിപ്പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ കോൾ റെക്കോർഡുകളും വോയിസ് ക്ലിപ്പുകളും ഫോട്ടോകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പാറി പറന്ന് കളിക്കും. എന്തായാലും ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ രതീഷേട്ടൻ 10 ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇറച്ചിയിൽ മണ്ണു പറ്റാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞ് കേൾക്കത്തില്ല. പറഞ്ഞാൽ അച്ഛനെ ചീത്ത വിളിക്കും. അച്ഛൻ നമ്മൾ ഈ മീഡിയ പറഞ്ഞ അച്ഛനെ ചീത്ത വിളിക്കും, അമ്മയെ ചീത്ത വിളിക്കും. പുള്ളിക്ക് തോന്നുന്ന ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അച്ഛനോടുള്ള സമീപനം എങ്ങനെയാണെന്ന്. അത് കണ്ടിട്ടില്ലാത്തവർ ദേ ഒന്ന് കണ്ടു നോക്ക്. പപ്പ അന്ന് അങ്ങോട്ടൊന്ന് പൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. ഏഷ്യം പറ്റും കുണുകുണ വെച്ചിട്ട്. തങ്കച്ചൻ എന്ന് പറയുന്ന ആൾക്കും ഭാര്യയ്ക്കും പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഈ ആട്ടും തുപ്പും ഒക്കെ കേട്ട് ഒന്നും കണ്ടിട്ടും കാണാത്തതുപോലെ, കേട്ടിട്ടും കേൾക്കാത്തതുപോലെ, അങ്ങനെ കണ്ണും വായും ഒക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഗതികേടാണ്. ഓരോരുത്തരുടെ ഓരോ അവസ്ഥകള്. ഇന്റർവ്യൂകളിലൊക്കെ പറയുന്നത് കള്ളമാണെന്നാണോ? കള്ളമാണെന്ന്, പച്ചക്കള്ളമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ പറയുന്നത്? എനിക്കറിയാം, കാര്യങ്ങൾ മൊത്തം അറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. അതിൻ്റെ വേണമെങ്കിൽ കോൾ റെക്കോർഡിങ് ഞാൻ എടുത്ത് തരാം. അതിൻ്റെ കോൾ റെക്കോർഡിങ് പറഞ്ഞതിൻ്റെ കോൾ റെക്കോർഡിങ്ങും സ്ക്രീൻഷോട്ട് എടുത്ത് തരാം. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ അടുത്തിടപഴകുന്ന ആൾക്കാർക്കാണ് ഇത്രയും ആധികാരികമായി കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുക. സുധിയെക്കുറിച്ച് ഇയാളോട് രേഷ്മ തങ്കച്ചൻ സംസാരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ സംസാരത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആദ്യം സുധിച്ചേട്ടൻ്റെ ഒരു വീഡിയോയിൽ സുധിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു വീണ ഡിപ്രഷന്റെ മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ് എന്നുള്ളത്. അത് അറിയാം, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകുന്നു എന്നൊക്കെ. അപ്പം അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ അയാളൊന്നും പറയാത്തത്. പുറത്ത് കൊണ്ടുപോകുന്നതും കറങ്ങാനെ കൊണ്ടുപോകുന്നതും പൈസ കൊണ്ട് ചോദിക്കുന്നതൊക്കെ. അതിൻ്റെ ചികിത്സകളും ഒക്കെ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അറിയത്തില്ല. ഇങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ദേഷ്യം പെട്ടെന്നുണ്ടാകുന്നുണ്ട്, പുറത്ത് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ അന്ന് വീട്ടിൽ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, അങ്ങനത്തെ കുറച്ച്. അപ്പോൾ ഈ സുധിച്ചേട്ടൻ്റെ മരണശേഷം രേണുവിൻ്റെ ഒരു മാനസികാവസ്ഥ ശരിക്കും എന്തായിരുന്നു? ആള് കൂടുതൽ ഡിപ്രഷനിലേക്ക് പോയിരുന്നോ? പുള്ളി ഹാപ്പി ആയി. പിന്നെ മറ്റേ കളവനായിപ്പോയി. അതെന്താണ്? ഭർത്താവ് മരിച്ചാൽ ഹാപ്പി ആയിട്ട് ജീവിക്കില്ലേ? പുള്ളിക്കാരിക്ക് ഒന്നും അറിയണ്ട. എല്ലാവരും വിളിക്കാനുണ്ട്, ചാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹിസ്റ്ററി നല്ല റീച്ചായി പോകുന്നുണ്ട് പുള്ളിക്കാരി എപ്പോഴും. കൊല്ലം സുധി മരിക്കുന്നതിന് മുൻപ് വരെ രേഷ്മയ്ക്ക് ഡിപ്രഷനായിരുന്നു. ഡിപ്രഷനുള്ള മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു. സുധിക്ക് യാതൊരു സ്വസ്ഥതയും കൊടുക്കാത്ത ഒരുമാതിരി വൃത്തികെട്ട ഡിപ്രഷൻ. പുറത്തു കൊണ്ടുപോകണം, കാശ് പൊട്ടിക്കണം, ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവും. എന്തായാലും സുധിയുടെ മരണത്തോടെ രേഷ്മയുടെ ഡിപ്രഷൻ മാറി. ഇപ്പോൾ ഓൾവേസ് ഹാപ്പിയാണ്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയും കാലത്തിനുള്ളിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ കമന്റുകൾ കൃത്യമായി എഴുതുവാൻ മറക്കരുത്. ഇനിയിപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ രേഷ്മ തങ്കച്ചൻ എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതിനുവേണ്ടി കട്ട വെയിറ്റിംഗിലാണ്.